വെൽക്കം സ്റ്റുഡൻസ്. പോളിടെക്നിക് അപ്ലൈഡ് ഫിസിക്സ് 2ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2021 റിവിഷൻ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൗണ്ട് വേവ്സ്. ഇത് 2022 എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് പല തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് അതൊരു 3 അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും. ബാക്കി അതിനോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യവും കാണും. അപ്പോൾ നമുക്ക് 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വേവിന് 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പേരെല്ലാം പഠിച്ചു വെക്കണം: ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, പീരിയഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് വേവ് വെലോസിറ്റി. ഇത്രയാണ് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നോക്കിയേ, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ എ മീഡിയം. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യണം. ആ വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണോ ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പം നമുക്ക് ഒരു ഓസിലേഷനെ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനെ നമുക്കൊരു വേവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അല്ലേ? ഇതല്ലേ അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ് ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് ഫേസ്. ഫേസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇനി അടുത്തതാണ് പീരിയഡ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ടൈം പീരിയഡാണ്. എന്തിനുള്ള ടൈം പീരിയഡാണ്? ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ് ഫോർ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന സമയം, അതിന് പറയുന്ന പേരാണ് പീരിയഡ്, ക്യാപിറ്റൽ ടി. ഇനി അടുത്തതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ട്, ആ നമ്പർ ഓഫ് വൈബ്രേഷൻ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷനും കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ടി ഇസ് ഈക്വൽ ടു 1/f അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/t. ഇതാണ് ടൈം പീരിയഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാം. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേവ് ലെങ്ത് ആൻഡ് വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ലെങ്ത് അല്ലേ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 പീരിയഡ്. ഒരു പീരിയഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ലെങ്ത്ത്, ഓക്കെ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടൈം പീരിയഡ്. ഇതാണ് ഒരു ടൈം പീരിയഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ലെങ്ത്തിന് നമ്മൾ പറയുന്ന പേരാണ് വേവ് ലെങ്ത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 പീരിയഡ്. ഒരു പീരിയഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ടൈം ഫോർ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. ഇനി അടുത്തതാണ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി നമുക്ക് എപ്പോഴും അറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ് ആണെങ്കിൽ വേവ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 പീരിയഡ് ആണെങ്കിൽ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ 6 പഠിച്ചു വെച്ചാലേ നമുക്കൊരു 4 നമുക്ക് ഓർത്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതിനോടൊപ്പം തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിനെ പറ്റിയിട്ടൊരു നോട്ട് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു വെക്കണം. ഞാനിവിടെ ഒരു 3 ഈസി ആയിട്ട് ഉള്ള ഒരു 3 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സൗണ്ട് വേവിനൊപ്പം തന്നെ ഞാൻ ലൈറ്റ് വേവിൻ്റെയും കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് വേവിനെ പറ്റി ഒരു നോട്ട് എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ആദ്യമേ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും എന്താണെന്നൊന്ന് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ വീഡിയോയിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ ഇതൊന്ന് പറഞ്ഞു പോവാണ്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ, ഇതാണ് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ എന്ന് വിചാരിക്കുക.
ഇതാണ് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനെങ്കിൽ അത്തരം വേവിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഇനി വേവിൻ്റെ ഡയറക്ഷന് പാരലലായിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ ലൈറ്റ് വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. ഇപ്പോൾ ട്രാൻസ്വേഴ്സിൻ്റെ ടി ഒന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ടി ആലോചിക്കുക. ഇപ്പോൾ ടിയിൽ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ. അതേ പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇതാ വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പം വേവിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്തായിരിക്കും? പാരലലായിട്ടായിരിക്കും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കുക. ഇനി സൗണ്ട് വേവ്. ഇപ്പോൾ സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സൗണ്ടിനെ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയം വേണം അല്ലേ? അപ്പം മീഡിയം എന്ന് പറയുന്നത് നെസസറിയാണ്. ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ് മീഡിയം ഈസ് നെസസറി. ഇനി ലൈറ്റ് വേവ് ആണെങ്കിൽ മീഡിയം എന്താണ്? മീഡിയം ഈസ് നോട്ട് നെസസറി അല്ലേ? വാക്വത്തിൽ കൂടിയും ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീഡിയം വേണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്തത് സൗണ്ട് വേവ്. സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതലുള്ളത് സോളിഡ്സ് ആണ്. ലിക്വിഡിനെയും ഗ്യാസിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതലുള്ളത് സോളിഡ്സിലാണ്. എന്നാൽ ലൈറ്റ് വേവിൻ്റെ സ്പീഡ് കൂടുതലുള്ള എവിടെയാണ്? വാക്വമാണ്. വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി ഈ ഒരു ഇപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞല്ലോ, 6 എണ്ണം പറഞ്ഞു. അതിൽ 3 ക്യാരക്ടറിസ്റ്റിക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് V = F × ലാംഡ. വി എന്താണ്? വി എന്ന് പറഞ്ഞാൽ വേവിൻ്റെ വെലോസിറ്റി, എഫ് എന്ന് പറഞ്ഞാൽ വേവിൻ്റെ ഫ്രീക്വൻസി, ലാംഡ ഈസ് ദി വേവ് ലെങ്ത്. അപ്പോൾ ഇതിനെ 3നെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് നോക്കുക. അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ V F ലാംഡ. ഓക്കെ, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻസ് 7 മാർക്കിനായിട്ടാണ് ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു 3-4 സ്റ്റെപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നേരെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ഇക്വേഷന് പോലും ചിലപ്പോൾ 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. V = F × ലാംഡ. പിന്നെ ഈ യൂണിറ്റിൽ പഠിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷനാണ് F = 1/T അല്ലെങ്കിൽ T = 1/F. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ V = F × ലാംഡ ഈ ഒരു ട്രയാങ്കിൾ ഫോം ഓർത്തിരിക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് V ചോദിച്ചു കഴിഞ്ഞാൽ V മറച്ച് പിടിച്ചാൽ മതി. അപ്പോൾ എന്താണ്? F × ലാംഡ എന്ന് കിട്ടും. ഇനി അടുത്തത് F ആണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് F എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V/ലാംഡ. അതുപോലെ ലാംഡ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? V/F. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിൻ്റെയും ലൈറ്റിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും എന്താണ്. അപ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ എന്താണ്? ലൈറ്റ് വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ സൗണ്ട് വേവ്. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവ്. ഇനി വേവിൻ്റെ ഡയറക്ഷന് പാരലലായിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ്. വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി വേവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി വേവ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഇറ്റ് ഈസ് പാരലൽ. ഞാൻ ആ ഒരു ചെറിയ സെൻറ്റൻസ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ഒരു വേർഡായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ്? വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് വേവ്. അത്തരം വേവ്സിന് എന്ത് പറയുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിനെ നമ്മളിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ക്രസ്റ്റ്, ഈ ഒരു ഭാഗത്തെ നമ്മൾ ട്രഫ് എന്ന് പറയുന്നു. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നു. ഈ ഒരു ഭാഗത്തെ നമ്മൾ റെയർ ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഫ്രാക്ഷൻ അല്ല, റെയർ ഫാക്ഷൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കൺസിസ്റ്റ് ഓഫ് കംപ്രഷൻ ആൻഡ് റെയർ ഫാക്ഷൻ.
പിന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ലൈറ്റ് വേവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് മീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് നോട്ട് നെസസറി അല്ലേ, വാക്വത്തിൽ കൂടി ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് വാക്വത്തിലാണ്. സോ മീഡിയം ഈസ് നോട്ട് നെസസറി ഫോർ ദി പ്രൊപ്പഗേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ എന്താണ്, മീഡിയം ആവശ്യമുണ്ട് അല്ലേ, മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദി പ്രൊപ്പഗേഷൻ. ഇനി അതിൻ്റെ 2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ലൈറ്റ് വേവ് ആൻഡ് സൗണ്ട് വേവ്. ഇനി അടുത്ത 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് അൾട്രാസോണിക് വേവും അതിൻ്റെ ആപ്ലിക്കേഷനും. അപ്പോൾ ആപ്ലിക്കേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അൾട്രാസോണിക് വേവ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല, പക്ഷേ അതും കൂടി നമ്മൾ പഠിച്ചു വെക്കുക. അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് മുമ്പ് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ്, 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 20,000 ഹെഡ്സാണ്. 20 ഹെഡ്സും 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 20,000 ഹെഡ്സ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഫ്രീക്വൻസിയിൽ, ആ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ് ഹ്യൂമൻ ബീയിങ്ങിന് നോർമലി കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് വേവിനെ നമ്മൾ പറയുന്ന പേര് ഇൻഫ്രാസോണിക് വേവ്. 20 കിലോ ഹെഡ്സിന് മുകളിൽ വരുന്ന ഫ്രീക്വൻസിയിലുള്ള വേവിനെ നമ്മൾ പറയുന്ന പേരാണ്, സൗണ്ട് വേവിന് പറയുന്ന പേരാണ് അൾട്രാസോണിക് വേവ്. അപ്പോൾ എന്താണ് അൾട്രാസോണിക് വേവ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ, സൗണ്ട് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി അബവ് 20 കിലോ ഹെഡ്സ്. സൗണ്ട് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി അബവ് 20 കിലോ ഹെഡ്സ്, ഇതിനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓർത്തിരിക്കുക. ഒന്ന് സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോം ഒരു തവണ 1 മാർക്കിന് ചോദിച്ചതാണ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി ഇത് നമ്മൾ സബ്മറൈൻസിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് എക്കോ ഡെപ്ത് സ്കാനിങ്. അപ്പോൾ ഈ ഒരു ഡെപ്ത് ആലോചിക്കുക, എന്തിനാണ് എക്കോ ഡെപ്ത് സ്കാനിങ് എന്ന് പറഞ്ഞാൽ സീയുടെ, കടലിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എക്കോ ഡെപ്ത് സ്കാനിങ് ടു ഡിറ്റക്ട് ദ ഡെപ്ത് ഓഫ് ദി സീ. ഇനി അടുത്തതാണ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്. അപ്പോൾ ഇങ്ങനെ മിനിമം ഒരു 3 ആപ്ലിക്കേഷനെങ്കിലും ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റീവർബറേഷനും എക്കോയും ചോദിക്കാറുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റീവർബറേഷൻ ആൻഡ് എക്കോ എന്ന് ചോദിക്കാറുണ്ട്. ഹൗ ടു റെഡ്യൂസ് റീവർബറേഷൻ, ഗിവ് സം മെത്തേഡ്സ് ടു റെഡ്യൂസ് റീവർബറേഷൻ ടൈം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗിവ് എ നോട്ട് ഓൺ റിവർബറേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് റിവർബറേഷൻ, എന്താണ് എക്കോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റൂമിൽ, ഒരു വലിയ ഹോളിൽ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സൗണ്ടിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം നമുക്ക് പറയുന്നത് തിരിയാതെ വരും, സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് റിവർബറേഷൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പ്രൊലോങ്ങേഷൻ ഓഫ് സൗണ്ട് ഇൻ എ ക്ലോസ്ഡ് റൂം. ഒരു ക്ലോസ്ഡ് റൂമിൽ സൗണ്ടിൻ്റെ പ്രൊലോങ്ങേഷനെ നമ്മൾ പറയുന്ന പേരാണ്. ഒന്നെങ്കിൽ പ്രൊലോങ്ങേഷൻ എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എ ക്ലോസ്ഡ് റൂം അങ്ങനെയും പറയാം. ഒന്നെങ്കിൽ പ്രൊലോങ്ങേഷൻ ഓഫ് സൗണ്ട്, അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എ ക്ലോസ്ഡ് റൂം, ഇതിന് പറയുന്ന പേരാണ് റിവർബറേഷൻ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. പ്രൊലോങ്ങേഷൻ ഓഫ് സൗണ്ട് ഇൻ എ ക്ലോസ്ഡ് റൂം ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഈസ് കട്ട് ഓഫ്. ഒറിജിനൽ സൗണ്ട് കഴിഞ്ഞാലും വീണ്ടും കുറച്ച് നേരം കൂടി സൗണ്ട് ആ റൂമിൽ പ്രൊലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സിസ്റ്റ് ചെയ്ത് നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിവർബറേഷൻ. അപ്പം മിനിമം ഇത്രയെങ്കിലും, ഇത് ഏറ്റവും ചെറിയൊരു ഡെഫിനിഷനായിട്ട് ഞാൻ തന്നതാണ്. ഇനി അടുത്ത എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. റിവർബറേഷൻ നമുക്കങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല, അതായത് മനസ്സിലാവത്തില്ല അതെന്താണ് പറയുന്നതെന്ന്. പക്ഷേ എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് തിരിയും അല്ലേ. അപ്പോൾ ആ സൗണ്ട് എക്കോ എന്ന് പറഞ്ഞാൽ അതൊരു റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. പക്ഷേ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആഫ്റ്റർ 0.1 സെക്കൻഡ്. 0.1 സെക്കൻഡിന് ശേഷമാണ് റിഫ്ലക്റ്റഡ് സൗണ്ട് വരുന്നതെങ്കിൽ ഒറിജിനൽ സൗണ്ടും റിഫ്ലക്റ്റഡ് ചെയ്ത് വരുന്ന സൗണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. പിന്നെ റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, എക്കോ ഈസ് ഡ്യൂ ടു സിംഗിൾ റിഫ്ലക്ഷൻ. പിന്നെ ഓൾറെഡി പറഞ്ഞു റിവർബറേഷൻ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ ക്ലോസ്ഡ് റൂം. ഇപ്പോൾ എക്കോ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്പേസ്. ഇനി അടുത്തതാണ് ഈ റിവർബറേഷൻ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത് അല്ലേ. അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് അതിനെപ്പറ്റിയാണ്. റിവർബറേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹോള് നമ്മൾ പണിയുമ്പോൾ
അതിൻ്റെ അകത്ത് സൗണ്ടിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. വലിയൊരു ഹോൾ, ഇപ്പോൾ ഒരു സിനിമ തിയേറ്റർ അല്ലെങ്കിൽ വലിയൊരു ഹോളൊക്കെ പണിയുമ്പം നമുക്ക് സൗണ്ട് വ്യക്തമായിട്ട് കേൾക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഹോളിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റിവർബറേഷൻ കുറയ്ക്കാൻ സാധിക്കുക? അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒരു 3-4 എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, യൂസിങ് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഓൺ ദി വോൾസിലൊക്കെ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. വിൻഡോസ്, ഓപ്പൺ വിൻഡോസ് കൊടുക്കുക. അതുപോലെ തന്നെ കാർപ്പറ്റുകൾ, കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് റിവർബറേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ യൂണിറ്റ് 1ൻ്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് 1ൽ തന്നെ ബീറ്റ്സും സൂപ്പർ പൊസിഷൻ ഓഫ് വേവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ചോദ്യം വരുന്ന ന്യൂമറിക്കൽ ഏതാ വരുന്നത്? V = F × λ അല്ലെങ്കിൽ T = 1/F ഓർ F = 1/T. അത് വെച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണേണ്ടതാണ്.